1971 മാർച്ച് 15 അന്നാണ് ലോക്സഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഔദ്യോഗിക ഫലപ്രഖ്യാപനം നടന്നത്. കേരളത്തിലെ കാസർഗോഡ് മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ഫലം കണ്ട് രാഷ്ട്രീയ കേരളം ഞെട്ടി. CPIഎമ്മിൻ്റെ അധികായനായ ഒരു നേതാവിനെ KSUക്കാരനായ 26 വയസ്സുള്ള തിരുവനന്തപുരം ലോ കോളേജിലെ ഒരു വിദ്യാർത്ഥിയായ ഒരു യുവതുർക്കി 28,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുന്നു. 1957-ലും 62-ലും 67-ലും AKG എണ്ണിക്കൊടി പാർച്ച മണ്ഡലമാണിത്. മാത്രമല്ല 1967-ലെ തെരഞ്ഞെടുപ്പിൽ AKG 1,18,000 വോട്ടുകൾ ലീഡ് നേടിയ മണ്ഡലം കൂടിയാണിത്. ജയൻ കില്ലർ എന്ന പേര് നേടിയ ആ യുവ കോൺഗ്രസ്സുകാരൻ ആരായിരുന്നു? 1971-ലെ തെരഞ്ഞെടുപ്പ് തികച്ചും യാദൃശ്ചികമായാണ് വന്നത്. 1969-ലെ കോൺഗ്രസ് പിളർപ്പിന് ശേഷം ഇന്ദിരാഗാന്ധി ലോക്സഭ പിരിച്ചുവിടാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇലക്ഷൻ 1.5 വർഷം നേരത്തെ വന്നത്. ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് R എന്ന സംഘടനയും നിജലങ്കപ്പയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് O എന്ന സംഘടനയുമാണ് തിരഞ്ഞെടുപ്പിലെ മുഖ്യ എതിരാളികൾ. ബാങ്ക് ദേശസാൽക്കരണം പോലെയുള്ള ജനപ്രിയ നടപടികളിലൂടെ ഇന്ദിരാഗാന്ധിയുടെ ഇമേജ് വർദ്ധിച്ചിരിക്കുന്ന സമയമാണ്. ഗരീബി ഹഠാവോ പോലുള്ള മുദ്രാവാക്യങ്ങളിലൂടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള യുവജനങ്ങൾക്കിടയിൽ ഇന്ദിരാഗാന്ധി ഒരു തരംഗമാവുന്ന കാലമാണ്. ഇന്ദിരാഗാന്ധിയുടെ കോൺഗ്രസ് Rനോടൊപ്പം CPIയും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള സംഘടനകളുണ്ട്. ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് Rൻ്റെ സ്ഥാനാർത്ഥിയായി 26 വയസ്സുള്ള തിരുവനന്തപുരം ലോ കോളേജിലെ വിദ്യാർത്ഥിയെ AKGക്കെതിരെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നത്. അപകടം മണത്ത CPIഎം AKGയെ സുരക്ഷിതമായ പാലക്കാട് മണ്ഡലത്തിലേക്ക് മാറ്റുകയും പാലക്കാട് നിന്നുള്ള അന്നത്തെ MP ആയ EK നായനാരെ കാസർഗോഡ് ചുമതലപ്പെടുത്തുകയും ചെയ്തു. കോൺഗ്രസ് O എന്ന സംഘടനയുടെ പിന്തുണ അന്നത്തെ ജനസംഘ സ്ഥാനാർത്ഥിയായ ഈശ്വര ഭട്ടിക്കായിരുന്നു. CPഎമ്മിൻ്റെ ശക്തി ദുർഗങ്ങളിലൊന്നായ വടക്കൻ കേരളത്തിലെ കാസർഗോഡ് പക്ഷേ എല്ലാ പ്രവചനങ്ങളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് EK നായനാർ പരാജയപ്പെടുന്നതാണ് പിന്നീട് കണ്ടത്. കടന്നപ്പള്ളി രാമചന്ദ്രൻ എന്ന യുവ തുർക്കിയാണ് അന്ന് 28,000 വോട്ടുകൾക്ക് EK നായനാരെ പരാജയപ്പെടുത്തിയത്. ഈ തെരഞ്ഞെടുപ്പിലൂടെ ദേശീയ തലത്തിൽ നിന്ന് താരമായി മാറിയ കടന്നപ്പള്ളി രാമചന്ദ്രൻ പിന്നീട് മന്ത്രിയായും MP ആയും ഒക്കെ തിളങ്ങി.